Hello all, welcome back. This is me, Anjana. എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി റാപ്പിഡ് റിവിഷൻ പാർട്ട് 1 വീഡിയോ ട്യൂട്ടോറിയൽ ഓഫ് ദ ചാപ്റ്റർ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻ +1 ബോട്ടണി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ഓർക്കാം. So plant tissues can be broadly classified into two, meristematic and permanent. Meristematic cells എന്ന് പറയുമ്പോൾ these are the cells that are capable of cell division throughout their life. Whereas permanent tissues എന്ന് പറയുമ്പോൾ these are mature cells which are incapable of cell division. Permanent tissue again two ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവൂ, പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. അത് രണ്ട് ടൈപ്പ്, സൈലം ആൻഡ് ഫ്ലോയം. അഗൈൻ സൈലത്തിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, സൈലം വെസൽസ്, ട്രക്കീറ്റ്സ്. ഫ്ലോയത്തിനെ ക്ലാസിഫൈ ചെയ്ത് സീവ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ്. Then coming to meristem. Meristematic tissues എന്ന് പറയുമ്പോൾ these are composed of cells that are capable of cell division throughout their life. ഇത് 3 ടൈപ്പ് ഉണ്ട്, എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ റൂട്ട് ആൻഡ് ഷൂട്ട് ടിപ്പിലായിരിക്കും പ്രസൻറ്റ് ആൻഡ് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്. ഇൻ്റർകാലറി മെരിസ്റ്റം ഇത് ലീഫ് ബേസ് ആൻഡ് നോഡിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഫ്രം ലീഫ് ആൻഡ് നോട്ട്സ്. Then lateral meristem, otherwise known as secondary meristem. This is present on side of stem and root. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ സൈഡ്സിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ ഡയമീറ്റർ ഓർ ബ്രെഡ്ത്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. പെർമനൻറ്റ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു, പെർമനൻറ്റ് ടിഷ്യൂസ് ആർ ദ സെൽസ് ദാറ്റ് ആർ ഇൻകേപ്പബിൾ ഓഫ് സെൽ ഡിവിഷൻ. അത് 2 ടൈപ്സ് ഉണ്ട്, സിമ്പിൾ, കോംപ്ലക്സ്. സിമ്പിൾ ടിഷ്യൂസ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് അത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ടൊരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യാം. PSC എക്സാം ഈസ് സിമ്പിൾ. PSC എക്സാം എല്ലാവർക്കും സിമ്പിൾ ആവണമെന്നില്ല, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് PSC എക്സാം ഭയങ്കര സിമ്പിളാണ്. സോ PSC എക്സാം ഈസ് സിമ്പിൾ. P പാരൻകൈമ, S സ്ക്ലീറൻകൈമ, C കോളൻകൈമ. സോ പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമയാണ് സിമ്പിൾ ടിഷ്യൂസ്. നമുക്കവരുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഓർക്കാം. പാരൻകൈമ എന്ന് പറയുമ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഓവൽ, റൗണ്ട്, പോളിഗണൽ ഷേപ്പ് സെൽസ് ആയിരിക്കും. ക്ലോസ്ലി പാക്ഡും ആവാം, ഇൻ്റർസെല്ലുലാർ സ്പേസ് പ്രസൻറ്റും ആവാം. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഫോട്ടോസിന്തസിസ് ചെയ്യും. പാരൻകൈമ പച്ച കളർ ആയതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്യും. ദെൻ സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ സ്ട്രക്ചറൽ വേരിയേഷൻ കൊണ്ട് 2 ടൈപ്പ് ആയിട്ടുണ്ട്, ഫൈബറും ആവാം, സ്ക്ലിറൈഡും ആവാം. ഫൈബർ എന്ന് പറയുമ്പോൾ എലോങ്ങേറ്റഡ് സ്ട്രക്ചറാണ്, ടാപ്പറിങ് ആയിട്ടുള്ള എൻഡ്സ് ആണ്. സ്ക്ലിറൈഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെരിക്കൽ സ്ട്രക്ചറാണ്. ഫൈബർ ആയാലും സ്ക്ലിറൈഡ് ആയാലും തിക്ക് സെൽ വാൾ ഉണ്ടാകും, ല്യൂമൻ പ്രസൻറ്റ് ആയിരിക്കും. ആൻഡ് സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് സപ്പോർട്ട്. സ്ക്ലീറൻകൈമ സപ്പോർട്ട്, SS. ദെൻ കമ്മിങ് ടു കോളൻകൈമ. കോളൻകൈമയുടെ കോർണേഴ്സ് തിക്കാണ്. കോളൻകൈമയുടെ കോർണേഴ്സ് തിക്കാണ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ആൻഡ് ഇവരിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്യും ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ദെൻ കോംപ്ലക്സ് ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സൈലം ആൻഡ് ഫ്ലോയം. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സൈലം? സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ടു കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു സ്റ്റെം ആൻഡ് ലീവ്സ്. ഇനി ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷനോ ലീവ്സിലുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റിലേക്ക് എത്തിക്കുക. ദെൻ സൈലത്തിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈലം എലമെൻറ്റ്സ് ആണുള്ളത്, നെയിംലി ട്രക്കീറ്റ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ. സൈലം ട്രക്കീറ്റ്സ് എന്ന് പറയുമ്പോൾ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്, നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ആൻഡ് ഇതാണ് ട്രക്കീറ്റ്സ് ആണ് മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിങ് സൈലം എലമെൻറ്റ്. ദെൻ വെസൽ എന്ന് പറയുന്നതും ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ തന്നെയാണ്, അതിൽ ലാർജ് ക്യാവിറ്റി പ്രസൻ്റ് ആണ്. ട്രക്കീറ്റ്സും വെസൽസും ലിഗ്നിഫൈഡ് ആണ്, പ്രോട്ടോപ്ലാസം പ്രസൻറ്റ് അല്ല. ദെൻ സൈലം ഫൈബർ എന്ന് പറയുന്നത് ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള വോൾസ് പ്രസൻ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. ദെൻ സൈലം പാരൻകൈമ എന്ന് പറയുമ്പോൾ തിൻ വോൾഡ് ആണ്. ഇവർ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യും ഇൻ ഫോം ഓഫ് സ്റ്റാർച്ച് ഓർ ഫാറ്റ്.
Then primary xylem can be classified into two, namely protoxylem and metaxylem. പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലമാണ്. മെറ്റാസൈലം ലേറ്റർ ഫോംഡ് പ്രൈമറി സൈലം. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം പ്രോട്ടോസൈലം കമ്പാരിറ്റീവ്ലി ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്മോൾ സെൽസ് ആണ്. ആൻഡ് മെറ്റാസൈലം എന്ന് പറയുന്നത് കമ്പയർഡ് ടു പ്രോട്ടോസൈലം കുറച്ചുകൂടെ ലാർജ് സെൽസ് ആണ്. ആൻഡ് എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് ഒരു എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇത് കൺഫ്യൂസിങ്ങുമാണ് പലർക്കും. നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിച്ചു നോക്കാം. എക്സാർക്കിൽ പ്രോട്ടോസൈലം പുറത്തേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്. പ്രോട്ടോസൈലം പുറത്തേക്ക്. പ്രോട്ടോസൈലം ഫേസസ് ടുവേർഡ്സ് ദി പെരിഫറി. ആൻഡ് ഈ എക്സാർക്ക് കണ്ടീഷൻ കാണുന്നത് റൂട്ട്സിലാണ്. ഇനി എൻഡാർക്ക് ആകുമ്പോൾ എക്സാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് സെൻറ്ററിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്. ആൻഡ് എൻഡാർക്ക് കണ്ടീഷൻ കാണുന്നത് സ്റ്റെമ്മിലാണ്. ദെൻ കമ്മിങ് ടു ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? അതെ, ലീഫിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡിനെ അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫ്ലോയം 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. സീഡ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. സീഡ് ട്യൂബ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെയാണ്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ആൻഡ് സീഡ് ട്യൂബിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ എന്ന് പറയുമ്പോഴേ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട്. സോ സീഡ് ട്യൂബ് എലമെൻറ്റ്സും കമ്പാനിയൻ സെൽസും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്താണ് അവരിയ്ക്കുന്നത്. കാരണം സീഡ് ട്യൂബിൽ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ സീഡ് ട്യൂബിൻ്റെ എല്ലാ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും സീഡ് ട്യൂബിൻ്റെ പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ കമ്പാനിയൻ സെൽസിൻ്റെ ജോലിയാണ്. ഓക്കെ. ഇനി ഫ്ലോയം പാരൻകൈമ എന്ന് പറയുമ്പോൾ എലോങ്ങേറ്റഡ് സെൽസാണ്. അവർക്ക് ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അത് ഇവരെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴും ഇവരും ഇലോങ്ങേറ്റഡ് സെൽസാണ്. തിക്ക് സെൽ വോൾസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പ്രൈമറി സൈലം പോലെ തന്നെ പ്രൈമറി ഫ്ലോയത്തിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം. പ്രോട്ടോഫ്ലോയം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള പ്രൈമറി ഫ്ലോയമാണ്. ഇവരിൽ നാരോ ആയിട്ടുള്ള സീഡ് ട്യൂബ്സാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ മെറ്റാഫ്ലോയം എന്ന് പറയുമ്പോൾ ലേറ്റർ ഫോംഡ് ആയിട്ടുള്ള ഫ്ലോയമാണ്. ആൻഡ് ഇവർക്ക് ബിഗർ സീഡ് ട്യൂബ്സ് ആയിരിക്കും ഉള്ളത്. ദെൻ ടിഷ്യൂ സിസ്റ്റം. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ടിഷ്യൂ സിസ്റ്റമാണ്. ആൻഡ് ഇവരിൽ 3 മെയിൻ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് ഉള്ളത്. അവരെ ഓർത്ത് വയ്ക്കാൻ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് സ്റ്റോഴ്സ് ഡോണ്ട് നീഡ് എനി ഗാർഡ്. ക്ലോസ്ഡ് സ്റ്റോഴ്സ് ഡോണ്ട് നീഡ് എനി ഗാർഡ്. ക്ലോസ്ഡ്. ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി കോട്ടിംഗ് ആണ് ടു പ്രിവെൻറ്റ് വാട്ടർ ലോസ്. ദെൻ സ്റ്റൊമാറ്റ. അതൊരു പോറസ് സ്ട്രക്ചറാണ് ടു റെഗുലേറ്റ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഗാർഡ് സെൽസ് ആണ് ഒരു ബീൻ ഷേപ്പ് സെല്ലാണ്. ആൻഡ് ഇവരാണ് സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗാർഡ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ദെൻ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലെ 2 ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് സൈലം ആൻഡ് ഫ്ലോയം. ആൻഡ് സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർ കൺസ്റ്റിറ്റ്യൂട്ട്സ് വാസ്കുലർ ബണ്ടിൽസ്. ആൻഡ് വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് 3 ടൈപ്സ് ഉണ്ട്. റേഡിയൽ, കൺജോയിൻറ്റ് ക്ലോസ്ഡ്, കൺജോയിൻറ്റ് ഓപ്പൺ. നമുക്ക് ഓരോരുത്തരെയും നോക്കാം. റേഡിയൽ എന്ന് പറയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇവർ തമ്മിൽ അസോസിയേഷൻ ഉണ്ടാകത്തില്ല. ദെൻ കൺജോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ സൈലം ആൻഡ് ഫ്ലോയം അസോസിയേറ്റ് ചെയ്ത് ആയിരിക്കും ഇരിക്കുന്നത്. ആൻഡ് കൺജോയിൻറ്റ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാമ്പിയം പ്രസൻ്റ് ആയിരിക്കില്ല. കൺജോയിൻറ്റ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയ്ക്ക് കാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. ഒരു ഓപ്പൺ സ്ട്രക്ചർ ആയിരിക്കും. കാമ്പിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെക്കൻഡറി ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൺജോയിൻറ്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലായിരിക്കും. സോ വിത്ത് ദിസ് പാർട്ട് 1 റാപ്പിഡ് റിവിഷൻ ഇവിടെ കഴിയുകയാണ്. ആൻഡ് ദ ഹോൾ ചാപ്റ്ററിൻ്റെ റാപ്പിഡ് റിവിഷൻ പാർട്ട് 2 ഓടുകൂടി കഴിയും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.